നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ആന എഴുന്നള്ളിപ്പ് മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി. സുരക്ഷ മുൻനിർത്തി ആനകളുടെ എണ്ണം പരിമിതപ്പെടുത്തണം. ചങ്ങലയിൽ ബന്ധിച്ച ആനകളെ കണ്ടാണോ ആനപ്രേമികൾ ആസ്വദിക്കുന്നതെന്നും കോടതിയുടെ പരിഹാസം. പ്രതിസന്ധി പരിഹരിക്കാൻ മുഖ്യമന്ത്രി യോഗം വിളിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കണ്ണൂർ മുൻ ADMK നവീൻ ബാബുവിന്റെ മരണത്തോടെ വിവാദത്തിലായ പെട്രോൾ പമ്പിന്റെ അനുമതിയിൽ അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ. പമ്പുകൾക്ക് അനുമതി നൽകുന്നത് ഓയിൽ കമ്പനികളെന്ന് വ്യക്തമാക്കി ലോക്സഭയിൽ പെട്രോളിയം സഹമന്ത്രി സുരേഷ് ഗോപി. ഡൽഹി പ്രശാന്ത് വിഹാറിൽ സ്ഫോടനം. പൊട്ടിത്തെറി PVR സിനിമാ തിയേറ്ററിന് സമീപം. സ്ഥലത്ത് നിന്ന് വെളുത്ത പൊടി കണ്ടെത്തി. പോലീസും NSG സംഘവും പരിശോധന നടത്തി. ആർക്കും പരുക്കില്ല. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷനെ പ്രഖ്യാപിച്ചുള്ള സർക്കാർ വിജ്ഞാപനം ഇറങ്ങി. നിലവിലെ ഭൂമിയുടെ സ്ഥിതി, സ്വഭാവം, വ്യാപ്തി എന്നിവ കണ്ടെത്തണം. റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി CN രാമചന്ദ്രൻ അന്വേഷണം നടത്തും. ആലപ്പുഴയിൽ നവജാത ശിശുവിന് ഗുരുതര വൈകല്യം കണ്ടെത്തിയ സംഭവത്തിൽ 4 ഡോക്ടേഴ്സിനെതിരെ കേസ്. നടപടി സ്കാനിംഗിൽ വൈകല്യം കണ്ടെത്തിയിട്ടില്ല എന്ന മാതാപിതാക്കളുടെ പരാതിയിൽ. കേസെടുത്തത് വനിതാ ശിശു ആശുപത്രിയിലെയും സ്വകാര്യ ലാബിലെയും ഡോക്ടേഴ്സിനെതിരെ. കൊല്ലം കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടു. ലോക്കൽ കമ്മിറ്റി സമ്മേളനത്തിനെത്തിയ നേതാക്കളെയാണ് പ്രവർത്തകർ തടഞ്ഞുവെച്ചത്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ 24 സംഘത്തിന് നേരെ കയ്യേറ്റം. വയനാട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ സംവിധാനങ്ങളുടെ പോരായ്മകളെക്കുറിച്ചുള്ള 24 ക്യാമ്പയിനിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. 24 ഇംപാക്ട്. ലോക്സഭാംഗമായി പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യവാചകം ചൊല്ലിയത് ഭരണഘടന കയ്യിലേന്തി. വയനാട്ടിലും ഡൽഹിയിലും കോൺഗ്രസ് പ്രവർത്തകരുടെ ആഘോഷം. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. DGPയുടെ നടപടി കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. അന്വേഷണ സംഘത്തെ നാളെ നിശ്ചയിക്കും. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത് സർക്കാർ ഒളിച്ചു കളിക്കുന്നുവെന്ന വിമർശനങ്ങൾക്കിടെ. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്രമക്കേടിൽ തട്ടിപ്പുകാരുടെ എണ്ണം ഇനിയും ഉയരും. സർക്കാർ മേഖലയിലുള്ള 9201 പേർ അനധികൃത പെൻഷൻ കൈപ്പറ്റിയെന്ന് CAG റിപ്പോർട്ട്. 2017 മുതൽ 2020 വരെ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയത് 40 കോടിയോളം രൂപ. സർക്കാരിനെ കബളിപ്പിച്ചവരിൽ നിന്ന് തുക തിരികെ പിടിക്കണമെന്ന് CAGയുടെ ശുപാർശ. വിഴിഞ്ഞം സപ്ലിമെന്ററി കൺസെഷൻ കരാർ ഒപ്പിട്ടു. കരാർ പ്രകാരം 2028 തുറമുഖത്തിന്റെ 3 ഘട്ടവും പൂർത്തിയാക്കും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് കരാർ ഒപ്പിട്ടത്. കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി 1059 കോടി രൂപ അനുവദിച്ചു കേന്ദ്രം. 50 വർഷത്തേക്കുള്ള പലിശരഹിത വായ്പയായാണ് പണം അനുവദിച്ചത്. വിഴിഞ്ഞം തുറമുഖം, കൊച്ചി മെട്രോ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് തുക അനുവദിച്ചത്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനം സ്റ്റേ ചെയ്യാതെ ഹൈക്കോടതി. വൈസ് ചാൻസലർ ഇല്ലാത്ത സാഹചര്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് കോടതി. സർക്കാരിന്റെ ഹർജിയിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ്. സർക്കാരിന്റെ എതിർപ്പിനിടെ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC-മാർ ചുമതലയേറ്റു. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം കവർന്ന കേസിൽ വഴിത്തിരിവ്. അന്തരിച്ച പ്രശസ്ത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ അറസ്റ്റിൽ. സ്വർണ്ണക്കടത്തിൽ അർജുന് പങ്കുണ്ടെന്ന് പെരിന്തൽമണ്ണ DYSP TK ഷൈജു 24നോട് പറഞ്ഞു. സ്വർണം കടത്തിയ സംഘത്തെ ചെർപ്പുളശ്ശേരിയിൽ നിന്ന് കാറിൽ കൂട്ടിക്കൊണ്ടുപോയത് അർജുൻ എന്ന് പോലീസ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ വൻ വർധന. കഴിഞ്ഞ സീസണിലേക്കാൾ 5 ലക്ഷത്തിലധികം ഭക്തർ കൂടുതലായി എത്തി. സ്പോട്ട് ബുക്കിംഗ് വഴി എത്തിയവരുടെ എണ്ണം 1 ലക്ഷം കടന്നു. 12 ദിവസത്തിനിടെ 9 ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. സർക്കാർ വീണ്ടും വായ്പയെടുക്കുന്നു. 1500 കോടി രൂപ പൊതുവിപണിയിൽ നിന്ന് വായ്പയെടുക്കാനാണ് തീരുമാനം. കടപത്രം വഴി പണം സമാഹരിക്കാനാണ് തീരുമാനം. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് 2 കിലോയോളം സ്വർണം കവർന്നു. കവർച്ച നടത്തിയ 4 സംഘം സഞ്ചരിച്ചത് വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച കാറിലെന്ന് സംശയം. മുത്തമ്പലം സ്വദേശി ബൈജുവിനെ കാറിടിച്ച് വീഴ്ത്തിയ ശേഷം സ്വർണം കവരുകയായിരുന്നു. ADMK നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാട് ആവർത്തിച്ച് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാർട്ടിയുടെ നിലപാടാണ് താൻ വ്യക്തമാക്കിയത്. നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിൽ കോടതിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എറണാകുളം കാക്കനാട് DLF ഫ്ളാറ്റ് സമുച്ചയത്തിലേത് മലിനജലമെന്ന് സ്ഥിരീകരണം. വെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. ഇവിടുത്തെ താമസക്കാർക്ക് നേരത്തെ കൂട്ടരോഗബാധ സ്ഥിരീകരിച്ചിരുന്നു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കുടുംബത്തിലെ എല്ലാവരും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാരിന്റെ കൈത്താങ്ങ്. ശ്രുതിയെ റവന്യൂ വകുപ്പിൽ ക്ലർക്കായി നിയമിച്ച് സർക്കാരിന്റെ ഉത്തരവിറങ്ങി. നിയമനം നൽകാൻ കളക്ടർക്ക് ചുമതല.
തിരുവനന്തപുരം പോത്തൻകോട് സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ടെമ്പോ വാൻ മറിഞ്ഞ് അപകടം 8 കുട്ടികൾക്ക് പരിക്കേറ്റു. പോത്തൻകോട് ലക്ഷ്മി വിലാസം ഹൈസ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ആളുകളെ ആക്രമിച്ച തെരുവ് നായ്ക്ക് പേവിഷബാധയെന്ന് സംശയം. നിരീക്ഷണത്തിന് DMO നിർദ്ദേശം നൽകി. മറ്റ് തെരുവ് നായകളെ കടിച്ചോ എന്നുൾപ്പെടെ പരിശോധിക്കും. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ നായകളെ നിരീക്ഷിക്കാനും നിർദ്ദേശം. എറണാകുളം നഗരത്തിൽ പട്ടാപ്പകൽ പിടിച്ചുപറി. കത്രിക്കടവിൽ ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്ന് 15,000 രൂപയുമായി യുവാവ് കടന്നുകളഞ്ഞു. CCTV ദൃശ്യങ്ങൾ 24-ന്. കൊച്ചിയിലെ സിനിമാ നിർമ്മാണ വിതരണ സ്ഥാപനങ്ങളിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധന. 7 കേന്ദ്രങ്ങളിൽ റെയ്ഡ് തുടരുന്നു. നടൻ സൗബിൻ ഷാഹിറിന്റെ നിർമ്മാണ കമ്പനിയായ പറവ ഫിലിംസിന്റെ ഓഫീസിലും റെയ്ഡ്. സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി വേണമെന്ന് സമസ്ത ആദർശ സമ്മേളനത്തിൽ പ്രമേയം. സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിൽ നിന്നും ഉമർ ഫൈസി മുക്കത്തെ മാറ്റി നിർത്തണമെന്നാണ് ആവശ്യം. ഉഭയസമ്മതത്തോടെയുള്ള വിവാഹേതര ലൈംഗിക ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ല എന്ന് സുപ്രീം കോടതി. മുംബൈയിലെ ഗാർഗർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. വഖഫ് ബോർഡിന്റെ കാലാവധി നീട്ടി നൽകി ഹൈക്കോടതി. ഡിസംബർ 14-ന് കാലാവധി അവസാനിക്കാനിരിക്കെയാണ് നടപടി. വഖഫ് ബോർഡിന് മുന്നിലുള്ള കേസുകളിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിലാണ് നടപടി. പമ്പ നിലയ്ക്കൽ സർവീസിനുള്ള ലോ ഫ്ലോർ ബസ് കത്തിയ സംഭവത്തിൽ 4 ജീവനക്കാർക്കെതിരെ നടപടിയെടുത്തതായി KSRTC ഹൈക്കോടതിയിൽ. ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് KSRTCയുടെ റിപ്പോർട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വീണ്ടും ചികിത്സാ പിഴവെന്ന് പരാതി. പ്രസവ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഗൈനക്കോളജി ഡോക്ടർക്കെതിരെയാണ് യുവതിയുടെ ആരോപണം. ചികിത്സാ പിഴവിനെ തുടർന്ന് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി പേരാമ്പ്ര സ്വദേശി. എറണാകുളം റൂറൽ ജില്ലയിൽ കഴിഞ്ഞ ദിവസം പോലീസ് നടത്തിയ പ്രത്യേക പരിശോധനയിൽ കണ്ടെത്തിയത് 855 ഗതാഗത നിയമലംഘനങ്ങൾ. റേഞ്ച് DIG തോംസൺ ജോസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കൊല്ലത്ത് നിർമ്മാണത്തിലിരുന്ന പാലം തകർന്നു. കോൺക്രീറ്റ് ചെയ്യുന്നതിനിടയിലാണ് അപകടമുണ്ടായത്. ആർക്കും പരുക്കില്ല. LD ക്ലർക്കുമാർക്ക് കമ്പ്യൂട്ടർ വേർഡ് ആപ്ലിക്കേഷൻ നിർബന്ധമില്ലെന്ന് സർക്കാരിന്റെ ഉത്തരവ്. എന്നാൽ 1 മിനിറ്റിൽ കുറഞ്ഞത് 15 മലയാളം വാക്കും 20 ഇംഗ്ലീഷ് വാക്കും ടൈപ്പിംഗ് വേഗം വേണമെന്ന് പുതിയ ഉത്തരവ്. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കഴക്കൂട്ടം ടെക്നോ പാർക്കിന് സമീപം വാഹനാപകടം. നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിലിടിച്ച് മറിഞ്ഞു. കാർ ഓടിച്ചിരുന്നയാൾ ഓടി രക്ഷപ്പെട്ടു. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഗുണ്ട ആക്രമണം. ഹോട്ടൽ ജീവനക്കാരന് വെട്ടേറ്റു. പരിക്കേറ്റ വെഞ്ഞാറമൂട് സ്വദേശി തൗഫിക് റഹ്മാനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. കേസിൽ 2 പേർ പിടിയിൽ. ഡീസലിന് അധിക നിരക്ക് ഈടാക്കുന്നതിനെതിരെ KSRTC നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ബൾക്ക് പർച്ചേസിന് എണ്ണക്കമ്പനികൾ അധിക നിരക്ക് ഈടാക്കുന്നത് ചോദ്യം ചെയ്തായിരുന്നു ഹർജി. തിരുവനന്തപുരം ബോണക്കാട് വിതുര റോഡിൽ കാട്ടുപോത്തുകൂട്ടവും കാട്ടാനക്കൂട്ടവും. ബോണക്കാട് ചെക്ക് പോസ്റ്റിന് സമീപമാണ് കാട്ടാന ഇറങ്ങിയത്. തോട്ടം തൊഴിലാളികൾ സ്ഥിരമായി പോകുന്ന വഴിയിൽ മൃഗങ്ങൾ ഇറങ്ങുന്നതിൽ ആശങ്കയെന്ന് നാട്ടുകാർ. മലപ്പുറത്ത് നിക്ഷേപ തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസിൽ പ്രതിക്കെതിരെ ബഡ്സ് ആക്ട് ചുമത്തി. കാരാട്ട് കുറീസ് ധനക്ഷേമ നിധി ഉടമകൾക്കെതിരെയാണ് പുതിയ വകുപ്പുകൾ ചുമത്തിയത്. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് നഷ്ടപരിഹാരം അനുവദിച്ച് സർക്കാർ. കൃഷിഭൂമി നഷ്ടപ്പെട്ടവർക്ക് 11 ലക്ഷം രൂപയും മൃഗസംരക്ഷണ മേഖലയിലെ നഷ്ടത്തിന് 47,000 രൂപയും നഷ്ടപരിഹാരം. ശബരിമല 18-ാം പടിയിലെ പോലീസ് ഫോട്ടോഷൂട്ട് അംഗീകരിക്കാനാകില്ല എന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. സംഭവത്തിൽ ADGP S. ശ്രീജിത്ത് ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരായി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര വില്ലേജ് ഓഫീസിലെ ഫ്യൂസൂരി KSEB. വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടിയെന്ന് KSEB അധികൃതർ. തുക അടച്ചതോടെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിൽ വൈദ്യുതിക്കണിയിൽ കുടുങ്ങി യുവാവിന് ദാരുണാന്ത്യം. വിരുപ്പാക സ്വദേശി ഷെരീഫാണ് മരിച്ചത്. കാട്ടുപന്നിയെ പിടികൂടാൻ സ്ഥാപിച്ച വൈദ്യുതിക്കണിയിൽ കുടുങ്ങിയാണ് മരണം. കൊച്ചിയിൽ വിനോദയാത്രയ്ക്കെത്തിയ സംഘത്തിന് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ ടൂർ ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്ത് പോലീസ്. എറണാകുളം സെൻട്രൽ പോലീസാണ് 2 പേർക്കെതിരെ കേസെടുത്തത്. FIR-ന്റെ പകർപ്പ് 24-ന്. കൊച്ചി വിമാനത്താവളത്തിലൂടെ ആദ്യ വളർത്തുമൃഗമെത്തി. ഖത്തറിൽ നിന്ന് രാമചന്ദ്രന്റെ ഇവ എന്ന പൂച്ചയെയാണ് നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചത്. എയർ ഇന്ത്യ വിമാനത്തിലാണ് ഇവ എത്തിയത്. ഇടുക്കിയിൽ സ്കൂൾ ബസ്സിന് നേരെ പാഞ്ഞെടുത്ത് പടയപ്പ. നെറ്റിമേടിനും കുറ്റിയാർവലിക്കും ഇടയിലാണ് സംഭവം. ഇന്നലെ വൈകിട്ടാണ് ബസ്സിന് മുന്നിൽ കാട്ടാനയെത്തിയത്. കോഴിക്കോട് കൊടുവള്ളി മാനിപുരത്ത് കരിമ്പിൻ ജ്യൂസ് മെഷീനിൽ വിദ്യാർത്ഥിയുടെ കൈകുടുങ്ങി. കച്ചവടക്കാരനെ സഹായിക്കാനെത്തിയ 14-കാരനാണ് അപകടം പറ്റിയത്. പത്തനംതിട്ട മൗണ്ട് സിയോൺ ലോ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തിയ സംഭവത്തിൽ നടപടിയുമായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ്.
ഹോസ്റ്റൽ സന്ദർശിച്ച് നടപടിയെടുക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം. 24 ഇംപാക്ട്. എറണാകുളം സെന്റ് ആൽബർട്ട്സ് ഹൈസ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സ്നേഹക്കൂട് ഹൗസ് ചലഞ്ചിലൂടെ പൂർത്തിയാക്കിയ ആദ്യ വീടിന്റെ താക്കോൽ കൈമാറ്റം നടന്നു. വരാപ്പുഴ അതിരൂപതാ സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. പ്രധാന അറിയിപ്പുകൾ. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ദത്തെടുക്കൽ കേന്ദ്രങ്ങളിലേക്കും ശിശു പരിചരണ കേന്ദ്രങ്ങളിലേക്കും നഴ്സുമാരെ നിയമിക്കുന്നു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. അഭിമുഖം നാളെ രാവിലെ 10-ന്. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് കീഴിലുള്ള എംപ്ലോയബിലിറ്റി സെന്ററിൽ വിവിധ തസ്തികകളിലേക്ക് അഭിമുഖം നാളെ രാവിലെ 10-നാണ് അഭിമുഖം. കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള NSS ട്രെയിനിംഗ് കോളേജിൽ MEd കോഴ്സിലേക്ക് സീറ്റ് ഒഴിവ്. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 29-30 തീയതികളിൽ കോളേജിൽ എത്തണം. ആലപ്പുഴ ചേർത്തല മായിത്തറയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികൾക്കുള്ള ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ കൗൺസിലറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. 1 വർഷത്തേക്കാണ് നിയമനം. അപേക്ഷ ഡിസംബർ 10 വൈകിട്ട് 5-നകം അയക്കണം. വിശദമായ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. ആലപ്പുഴ 1000 തെങ്ങിലെ ഗവൺമെന്റ് ഫിഷ് ഫാമിലേക്ക് ജനറേറ്റർ, വാട്ടർ പമ്പ്, എയറേറ്റർ തുടങ്ങിയ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജോലികൾക്ക് തൊഴിലാളികളെ നിയമിക്കുന്നു. അഭിമുഖം ഡിസംബർ 4-ന് കൊല്ലം നീണ്ടകരയിലെ അഡാക്കിന്റെ ഓഫീസിൽ. നോക്കാമിന് ദേശീയ വാർത്തകൾ. മണിപ്പൂർ ജിരിബാമിൽ കൊല്ലപ്പെട്ട 3 പേരുടെ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. 10 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുള്ളവർക്ക് നേരെ ക്രൂരമായ ആക്രമണം നടന്നതായി റിപ്പോർട്ടിൽ പരാമർശം. തമിഴ്നാട്ടിൽ ഇന്നും ശക്തമായ മഴ തുടരും. 4 ജില്ലകളിൽ റെഡ് അലേർട്ടും 6 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഫിൻജാൽ ചുഴലിക്കാറ്റ് മറ്റന്നാളോടെ തമിഴ്നാട് തീരം തൊടും. ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തലസ്ഥാനമായ റാഞ്ചിയിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഇന്ത്യ സഖ്യ നേതാക്കളും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായി നിർണായക യോഗങ്ങൾ. BJP ദേശീയ നേതൃത്വത്തിന്റെ ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡെ. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകും. ഷിൻഡെയെ മാറ്റിയാൽ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും BJPയിൽ. മനുഷ്യക്കടത്ത് കേസിൽ NIA-യുടെ രാജ്യവ്യാപക റെയ്ഡ്. 6 സംസ്ഥാനങ്ങളിലായി 22 കേന്ദ്രങ്ങളിലാണ് NIA ഒരേ സമയം റെയ്ഡ് നടത്തിയത്. ഡൽഹിയിൽ ജപ്പാൻ ജ്വരം റിപ്പോർട്ട് ചെയ്തു. ഉത്തം നഗറിലെ 72-കാരനിലാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗവ്യാപനമുണ്ടായിട്ടില്ല എന്ന അധികൃതർ. മാർഗനിർദ്ദേശപ്രകാരമുള്ള നടപടികൾ സ്വീകരിച്ചതായും വിശദീകരണം. മുംബൈ വസായ് വിഹാറിൽ അനധികൃതമായി നിർമ്മിച്ച 41 ബഹുനില കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കി. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു നടപടി. ആണവായുധ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച് ഇന്ത്യ. പുതുതായി കമ്മീഷൻ ചെയ്ത ആണവ അന്തർവാഹിനി INS അരിഹന്തിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത്. ഖര ഇന്ധനം ഉപയോഗിക്കുന്ന K4 മിസൈൽ 3500 കിലോമീറ്റർ ദൂരപരിധിയുള്ളതാണ്. ഡൽഹിയിലെ ബിജാസനിൽ ED ഉദ്യോഗസ്ഥന് നേരെ ആക്രമണം. ഓൺലൈൻ തട്ടിപ്പ് കേസ് അന്വേഷണത്തിനിടെ അശോക് ശർമ്മ എന്നയാളാണ് ആക്രമണം നടത്തിയത്. പോലീസ് എത്തിയപ്പോഴേക്കും അക്രമി രക്ഷപ്പെട്ടു. വഖഫ് ബില്ല് പരിഗണിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ കാലാവധി നീട്ടി. ബജറ്റ് സമ്മേളനത്തിന്റെ അവസാന ദിവസം വരെയാണ് കാലാവധി നീട്ടിയത്. പ്രതിപക്ഷ ബഹളത്തിനിടെ സമിതി അധ്യക്ഷൻ ജഗദാംബിക പാൽ അവതരിപ്പിച്ച പ്രമേയം പാസാക്കി. രാജ്യാന്തര വാർത്തകൾ. വിദേശികളായ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ നിലപാട് കടുപ്പിച്ച് ബ്രിട്ടൻ. അടിസ്ഥാന വേതനം നൽകാതിരിക്കാൻ, അനധികൃത വിസ തുടങ്ങിയ കുറ്റങ്ങൾ ചെയ്യുന്ന കമ്പനികൾക്ക് മേൽ 2 വർഷത്തേക്ക് നിയമന നിരോധനം ഏർപ്പെടുത്തും. സാമൂഹ്യ സേവന മേഖലയിലെ തൊഴിലാളികൾ കടുത്ത വിവേചനം നേരിടുന്നതായി വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് നടപടി. ദക്ഷിണ കൊറിയയിൽ കനത്ത ഹിമപാതം. മഞ്ഞുവീഴ്ചയിൽ 4 പേർക്ക് മരണം. വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. വാഹന ഗതാഗതവും നിർത്തിവച്ചിരിക്കുകയാണ്. ന്യൂസിലാൻഡിൽ ഭൂചലനം. നോർത്ത് ദ്വീപിലാണ് റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായത്. നാശനഷ്ടങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് അധികൃതർ. ഗർഭഛിദ്രം നിരോധിക്കാനുള്ള നിയമം അവതരിപ്പിക്കാൻ ഒരുങ്ങി ബ്രസീലിയൻ പാർലമെന്റ്. യാഥാസ്ഥിതികർക്ക് ഭൂരിപക്ഷമുള്ള ഭരണഘടനാ കമ്മിറ്റിയിൽ പ്രമേയം പാസായി. ബിൽ പാർലമെന്റിൽ അടുത്ത വർഷം ആദ്യം അവതരിപ്പിക്കും. യുക്രൈനിലെ വൈദ്യുതി വിതരണ സംവിധാനങ്ങൾ ലക്ഷ്യമിട്ട് റഷ്യൻ വ്യോമാക്രമണം. യുട്സ്ക് നഗരത്തിൽ 3 ലക്ഷം പേർ ഇരുട്ടിൽ. രാജ്യത്തെ വിവിധ നഗരങ്ങളിൽ നിന്ന് സ്ഫോടന വസ്തുക്കൾ പിടിച്ചെടുത്തു. ടെക് ഭീമൻ മൈക്രോസോഫ്റ്റിനെതിരെ അന്വേഷണം ആരംഭിച്ച US ഫെഡറൽ ട്രേഡ് കമ്മീഷൻ. കമ്പനിയുടെ സമീപകാല ഇടപാടുകളിൽ വിശദമായ അന്വേഷണത്തിനാണ് ഉത്തരവിട്ടിരിക്കുന്നത്. തടവു പുള്ളികളുടെ പരസ്പര കൈമാറ്റം നടത്തിയ അമേരിക്കയും ചൈനയും. വർഷങ്ങളായി ചൈനീസ് തടങ്കലിലായിരുന്ന 3 പൗരന്മാരെ ഉടൻ തിരിച്ചെത്തിക്കും. പകരം കൈമാറ്റം ചെയ്യുന്ന ചൈനീസ് പൗരന്മാരുടെ വിവരം അമേരിക്ക പുറത്തുവിട്ടിട്ടില്ല.
ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ മെക്സിക്കോ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബർഗുമായി ചർച്ച നടത്തി ഡൊണാൾഡ് ട്രംപ്. അതിർത്തിയിലെ പ്രശ്നങ്ങളും അനധികൃത കുടിയേറ്റവും ചർച്ചയായി. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ഇനി ബിസിനസ് വാർത്തകൾ. അതിവേഗ ട്രെയിൻ അവതരിപ്പിക്കാൻ ഒരുങ്ങിയ ഇന്ത്യൻ റെയിൽവേ. മണിക്കൂറിൽ 280 കിലോമീറ്റർ വേഗമുള്ള ട്രെയിൻ ഒരുങ്ങുന്നത് ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ. നവംബർ 30 ശേഷം വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കായുള്ള വൺ ടൈം പാസ്വേഡ് സംവിധാനം തടസ്സപ്പെടാൻ സാധ്യത. ട്രായ് നിർദ്ദേശപ്രകാരം തട്ടിപ്പ് തടയാനുള്ള സംവിധാനങ്ങൾ മൊബൈൽ സേവനദാതാക്കൾ നടപ്പാക്കാൻ വൈകുന്നതാണ് കാരണം. തിരിച്ചടികളിൽ നിന്ന് കരകയറി അദാനി ഓഹരികൾ. അദാനി ഗ്രീൻ, അദാനി എനർജി, അദാനി ടോട്ടൽ, അദാനി പവർ എന്നീ ഓഹരികൾ നേട്ടത്തിൽ. പുതിയ സബ്സ്ക്രിപ്ഷൻ സൗകര്യം ഇന്ത്യയിൽ അവതരിപ്പിച്ച് ഓൺലൈൻ ടാക്സി കമ്പനിയായ ഊബർ. സ്ഥിരം യാത്രക്കാർക്ക് ഉപകാരപ്രദമായ ഡിസ്കൗണ്ടുകൾ അടക്കമുള്ള ഊബർ വൺ പാക്കേജാണ് അവതരിപ്പിച്ചത്. നോക്കാം ഇനി കായിക വാർത്തകൾ. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. FC ഗോവയുടെ ജയം ഏകപക്ഷീയമായ 1 ഗോളിന്. ഇംഗ്ലണ്ടിനെതിരായ ആദ്യ ടെസ്റ്റിൽ ന്യൂസിലാൻഡ് ഭേദപ്പെട്ട സ്കോറിലേക്ക്. ആദ്യ ദിനത്തെ കളി നിർത്തുമ്പോൾ 8 വിക്കറ്റ് നഷ്ടത്തിൽ 319 റൺസ് എന്ന നിലയിലാണ് കിവീസ്. കെയ്ൻ വില്യംസൺ 93 റൺസ് എടുത്ത് പുറത്തായി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് വിരുന്നൊരുക്കി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. പ്രൈം മിനിസ്റ്റേഴ്സ് 11-മായുള്ള സൗഹൃദ മത്സരത്തിന് മുന്നോടിയായിട്ടായിരുന്നു വിരുന്ന്. സയ്യിദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ ക്വാർട്ടറിലേക്ക് മുന്നേറി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. ഇസ്രയേൽ താരത്തെ നേരിട്ടുള്ള ഗെയിമുകൾക്ക് തോൽപ്പിച്ചു. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ 4ാം റൗണ്ട് പോരാട്ടം നാളെ നടക്കും. ഇന്ത്യയുടെ ഡി ഗുഗേഷും ചൈനയുടെ ഡിങ് ലിർനും 1.5 പോയിന്റോടെ ഒപ്പത്തിനൊപ്പമാണ് ഇപ്പോൾ. നോക്കാം കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. കവിൻ നായകനായ ബ്ലഡി ബഗർ ആമസോൺ പ്രൈം വീഡിയോയിൽ മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. തേജ സജ്ജ നായകനായ ചിത്രം മിറയ്ക്കായി കാത്ത് ആരാധകർ. ഹനുമാൻ എന്ന ചിത്രത്തിലൂടെ പ്രേക്ഷക ഹൃദയത്തിൽ ഇടം നേടിയ താരമാണ് തേജ സജ്ജ. ലോകേഷ് കനകരാജും വിജയും ആദ്യമായി ഒന്നിക്കുന്ന ഹിറ്റ് ചിത്രം മാസ്റ്റർ ഡിസംബർ 1 വീണ്ടും തിയേറ്ററുകളിലെത്തുന്നു. വിജയ് സിനിമയിലെത്തി 32 വർഷം തികയുമ്പോഴാണ് ചിത്രത്തിന്റെ റീ റിലീസ്. 90 വർഷം പഴക്കമുള്ള പോർച്ചുഗീസ് ബംഗ്ലാവിൽ കിടിലം മേക്ക് ഓവർ നടത്തി ബോളിവുഡ് താരം മലൈക്ക അറോറ ഖാൻ. ബംഗ്ലാവിനെ അടിമുടി മാറ്റി റെസ്റ്റോറന്റായി മാറ്റിയിരിക്കുകയാണ് മലൈക്ക. ടർക്കിഷ് തർക്കം സിനിമ പിൻവലിച്ച നടപടിയിൽ നിർമ്മാതാവിനെതിരെ നടൻ സണ്ണി വെയിൻ. സിനിമയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഭീഷണി ഉണ്ടായിട്ടില്ല എന്ന് സണ്ണി വെയിൻ പറഞ്ഞു. വിവാദത്തിന് പിന്നിലെ ദുരുദ്ദേശം അന്വേഷിക്കണമെന്ന് നടൻ ലുക്മാൻ അവറാൻ. ഫാക്ട് ചെക്ക്. ക്രിപ്റ്റോ കറൻസി പ്ലാറ്റ്ഫോമായ ഇമീഡിയറ്റ് കണക്റ്റിനെ RBI ഗവർണർ പിന്തുണയ്ക്കുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജം. പെട്ടെന്ന് പണമുണ്ടാക്കാൻ RBI ഗവർണർ ക്രിപ്റ്റോ നിക്ഷേപം ശുപാർശ ചെയ്യുന്നു എന്ന തരത്തിലാണ് പ്രചാരണം നടക്കുന്നത്. എന്നാൽ പ്രചരിക്കുന്ന അഭിമുഖത്തിന്റെ ചിത്രം വ്യാജമാണ്. നോക്കാം നാളത്തെ വാർത്തകൾ. ഈ വർഷത്തെ കേരളോത്സവം നടത്തിപ്പുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണ യോഗം നാളെ നടക്കുമെന്ന് കൽപ്പറ്റ നഗരസഭാ സെക്രട്ടറി. വൈകിട്ട് 4-ന് കൽപ്പറ്റ നഗരസഭാ കൗൺസിൽ ഹാളിലാണ് യോഗം. വയനാട് വെള്ളമുണ്ട ഇലക്ട്രിക്കൽ സെക്ഷനിലെ മടത്തുംകുനി ട്രാൻസ്ഫോമർ പരിധിയിൽ നാളെ രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി വിതരണം ഭാഗികമായി മുടങ്ങും. ശാസ്താംകോട്ട വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ നാളെ കൊല്ലം കോർപ്പറേഷൻ ശക്തികുളങ്ങര, ചവറ, നീണ്ടകര, ശാസ്താംകോട്ട എന്നിവിടങ്ങളിൽ പൂർണ്ണമായോ ഭാഗികമായോ ജലവിതരണം തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ ഭാഗമായുള്ള ടൂറിംഗ് ടാക്കീസ് വിളംബര ജാഥ നാളെ കോഴിക്കോട് ജില്ലയിലെത്തും. യാത്രയുടെ ഭാഗമായി വൈകിട്ട് 5:30-ന് മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറിയിൽ നിരവധി അവാർഡുകൾ നേടിയ മലയാള സിനിമ നൻപകൽ നേരത്ത് മയക്കം പ്രദർശിപ്പിക്കും. നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ കോഴിക്കോട് ജില്ലയിലെ പുതിയടത്ത് താഴം, ചിറക്കുഴി, പാവയിൽ റോഡിൽ നാളെ ഗതാഗതം നിരോധിക്കും. നോക്കാമിനി ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടത് ഇടക്കാല സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. കർണാടകയിൽ മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുമെന്ന സൂചന നൽകി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര. മന്ത്രിസഭാ പുനഃസംഘടനയും പാർട്ടിയിലെ നേതൃമാറ്റവും സംബന്ധിച്ച ചർച്ചകൾ തുടരുകയാണെന്നും അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും പരമേശ്വര. വൈദ്യുതി കരാറിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം തള്ളി മുൻ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡി. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തെറ്റായ വാർത്തകൾ നൽകിയ മാധ്യമങ്ങൾ തിരുത്തിയില്ല എങ്കിൽ നിയമ നടപടിയെന്നും ജഗൻമോഹൻ റെഡ്ഡി. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.